ആകുന്നതെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് അവളെ പ്രാപ്തിയാക്കിയത് എങ്ങനെയാണ്? ഒരു കൂടാരത്തിന് മീതെ ഒരു ദൈവത്തിൻ്റെ കൃപ ഒരു മേഘം പോലെ ചുറ്റിയിരുന്നെന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തില് മറിയത്തിനെ കുറിച്ച് പറയുമ്പോൾ അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു എന്നാണ് പറയുന്നത്. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടുകൊണ്ടാണ് അതിന് അവൾ പ്രാപ്തിയായത്. കാരണം മഹത്വത്തിന്റെ കൊടുമയിൽ നിൽക്കുമ്പോൾ അവൾ വിന്യാതീതനാകാൻ പറ്റിയത് ഈ അത്യുന്നതന്റെ കൃപ അവളുടെ മേൽ നിഴൽപ്പെട്ടതുകൊണ്ടാണ്. അത് മാത്രമല്ല, അവളുടെ ഏക മകൻ തന്റെ കാൽക്കുഴിയിൽ പോകുന്ന കുരിശുമരണം വയ്ക്കുമ്പോഴും അത് നിർനിമേഷം നിന്ന് നോക്കിക്കാണുവാൻ അവളെ പ്രാപ്തിയാക്കിയത് അത്യന്തന്റെ കൃപ അവളുടെ മേൽ നിഴൽപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സേവനങ്ങൾ ഇത് ക്രിസ്തു ഉരുവായപ്പോൾ മറിയാമിന് കിട്ടിയ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് അവരുടെ സേവന മനസ്ഥിതിയാണ്. അത് സ്നേഹം നമ്മുടെ ഒരു അതിസ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതിസ്നേഹം എന്നാണ്. കാരണം പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ശത്രുവിനെ ദ്വേഷിക്കുക എന്നാണ്. എന്നാൽ ഈ അതിസ്നേഹം വഹിച്ച ക്രിസ്തുവിനെ കൊണ്ട് നമ്മൾ പഠിക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ്. അങ്ങനെ സേവന മനസ്ഥിതിയുമായിട്ട് അവൾ ബന്ധപ്പെട്ട് മറിയമ്മിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ബന്ധപ്പെട്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ സേവനം ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഈ അതിസ്നേഹം ഉള്ളിലുള്ളത് കൊണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ പങ്കപ്പാടുകളൊന്നും അവർക്കൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ പഴയ നിയമ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തു ദൈവമുള്ളവരുടെ കൂടെ ഉള്ളവർക്കൊക്കെ സമൃദ്ധി ഉണ്ടാകുന്നതാണ്. എന്നാൽ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് നിന്റെ കൃപ മതി. അതായത് കഷ്ടപ്പാടുകളും മകപ്പാടും അങ്ങനെ തന്നെയാണ് മറിയത്തിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നത്. കൃപയിലൂടെ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചാണ് ക്രിസ്തുവും മറിയും നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സേവനത്തിനായിട്ട് അവൾ പുറപ്പെട്ടു പോകുമ്പോൾ എന്താണ് നമ്മുടെ ആത്മീയത എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുന്നത് നല്ലത്. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പള്ളിയുടെ അനുഷ്ഠാനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ആത്മീയത, പള്ളിയിൽ വരുമ്പോൾ മാത്രമാണ് സുവിശേഷം കേൾക്കേണ്ടതെന്നും അതിനുശേഷം വീട്ടിൽ പോയി കഴിഞ്ഞ് വീട് വെക്കേണ്ട ഒരു ആടയാക്രണം പോലെയാണ് നമ്മുടെ ആത്മീയതയിൽ നിന്നാണ്. എന്നാൽ അങ്ങനെയല്ല ആത്മീയത. ഒരുവൻ അവന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട, അവന്റെ കർമ്മങ്ങളിൽ പുലർത്തേണ്ട വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് അവന്റെ ആത്മീയത എന്ന് പറയുന്നത്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ നിർമ്മലരായി നിർത്തുന്നതല്ല, അതിനുമപ്പുറം അവന്റെ കർമ്മങ്ങളിലെ നിർമ്മലത, ആത്മാർത്ഥത, വിശുദ്ധിയൊക്കെയാണ് അവനെ ആത്മീയനായിട്ട് നമ്മളെ കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഉള്ള ദൈവകൃപയാണ് നാം പ്രാപിക്കേണ്ടത്. ആത്മീയൻ എങ്ങനെയാണ്? ഒരു ആത്മീയൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവൻ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടുന്നവനല്ല. മറിച്ച് അവൻ എവിടെയാണോ വീഴാൻ ഇടയുള്ളത് അവിടെ തന്നെ തുടർന്നുകൊണ്ട് അതിനെ അവൻ നേരിടാനുള്ള ബലം പ്രാപിച്ചെടുക്കുമ്പോഴാണ് അവനൊരു നല്ല ആത്മീയനാകുന്നത്. അതായത് ആത്മധൈര്യം പ്രാപിക്കുന്നു. അവന്റെ പ്രലോഭനങ്ങളെ നേരിടാൻ അവൻ ശക്തി പ്രാപിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ ആത്മീയനായിട്ട് നിലനിൽക്കുന്നതെന്ന് മറിയ നമ്മളെ പഠിപ്പിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയും 5/12/2025 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വെള്ളിമല ജംഗ്ഷനിലുള്ള പരിശുദ്ധ പരിമല തിരുമേനിയുടെ കുരിശിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാവരും വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. നമ്മളുടെ ചാപ്പലിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് 7/12/2025 അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം നമ്മളുടെ ചാപ്പലിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. എല്ലാവരും ആ കാര്യത്തിൽ സംബന്ധികളാകണമെന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. ഈ കാര്യത്തിൽ നമ്മളെ വളരെയധികം സഹായിച്ച് ആ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് നൽകിയിരിക്കുന്നത് നടാവള്ളി ഗോൺസി വില്ലായും ശ്രീ ബിജോയ് തോമസ് ആണ്. ആ കുടുംബമാണ്. കുടുംബത്തോടുള്ള സ്നേഹം അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അടുത്ത ആഴ്ച കുർബാനയ്ക്ക് ശേഷം ആ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്മസ് കരോൾ ഗാന പരിശീലനവും നമുക്ക് ആരംഭിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. പഴയ പാട്ടുകളൊക്കെ ഓർത്തെടുക്കുവാനും പുതിയ പാട്ടുകളൊക്കെ പഠിച്ച് പാടുവാനും ഒക്കെ ഒരു
നല്ല സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാനും ദൈവം തരുന്നൊരു അവസരമാണ്. അന്നേരം എല്ലാവരും ഇന്ന് വൈകിട്ട് മുതൽ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പഠിക്കുവാനായിട്ട് ചാപ്പലിലേക്ക് വരണം. എല്ലാവരും, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരുടെയും സാന്നിധ്യം ക്രിസ്മസ് കരോൾ ഗാന പരിശീലനത്തിന് ഉണ്ടാകണം. നമ്മുടെ ഇതിന്റെ പ്രസ്ഥാനം അതിന് നേതൃത്വം നൽകുന്നതാണ്. എല്ലാവരുടെയും സാന്നിധ്യം വൈകിട്ട് 5:30 മണി മുതൽ ചാപ്പലിൽ ഉണ്ടാകണമെന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. പരിശുദ്ധ എൽദോസ് മുമ്പിലേക്ക് നമ്മൾ നാളെ മുതൽ പ്രവേശിക്കുകയാണ്. എല്ലാവരും നോമ്പെടുക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ രക്ഷാകരമായ ക്രിസ്തുയേശുവിന്റെ ജനനത്തിനായിട്ട് കാത്തിരിക്കണം. നമ്മളുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ കാണുമ്പോഴേ വിദ്വാൻമാര് ഇടയ്ക്ക് വെച്ച് നക്ഷത്രം കാണാതെ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. കാരണം അവര് ചിന്തിച്ചത് രാജാവിൻ ജനിക്കുന്നത് രാജകൊട്ടാരത്തിലായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവിന്റെ കൊട്ടാരമായ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. നക്ഷത്രം വഴി അവിടെ കാണാൻ പറ്റിയില്ല, അവരും കയറിപ്പോയി. പക്ഷെ പിന്നീടാണ് അവർക്ക് മനസ്സിലായത് അവിടെയല്ല, കല്ലടാവിലാണ് ക്രിസ്തു ജനിച്ചത്. ഇന്നത്തെ നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങളും കല്ലടാവിലാണോ ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിലാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹെരോദാവിന്റെ രാജകൊട്ടാരത്തിലെ ആഘോഷങ്ങൾ പോലെയാണെങ്കിൽ ഇവിടെ ക്രിസ്തു ജനിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കണമെങ്കിൽ യഥാർത്ഥമായി നോമ്പ് നോറ്റ് അവന്റെ വരവിനായിട്ട് കാത്തിരിക്കണമെന്ന കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. സൺഡേ സ്കൂൾ എക്സാമുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. 10, 11, 12 ക്ലാസ്സുകൾക്കുള്ള എക്സാമാണ് ഇന്ന് നടത്തപ്പെടുന്നത്. അതില് 10ാം ക്ലാസ്സിൽ 3 കുഞ്ഞുങ്ങളും 12ാം ക്ലാസ്സിൽ 2 കുഞ്ഞുങ്ങളുമാണ് എക്സാമിനുള്ളത്. അവര് പോയി പരീക്ഷ എഴുതണം. ദൈവതമ്പുരാനെ അനുഗ്രഹിക്കട്ടെ. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾക്ക് എക്സാം അടുത്ത ആഴ്ചയാണ് ഉള്ളതെന്ന് കാര്യം സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് വനിതാ ദിനത്തിനോട് അനുബന്ധിച്ച് നല്ലൊരു ഏവെങ്കിലും സന്ദേശം നമുക്ക് നൽകിയത് നെറ്റുകരയിൽ ശ്രീമതി ശിവ വർഗീസ് ആണ്. ശിവ ചേച്ചിയോടുള്ള എല്ലാവിധമായ സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് വായിച്ചു കേട്ട ഏതെങ്കിലും വിഭാഗം ലൂക്കോസിന്റെ സുവിശേഷം आराम से पाल लेके पाल दे करती रे अनीजा दो मैं करतो हां करती कर ना
ഇതിനകത്തോട്ടാക്കും എണ്ണ പാക്ക് ചെയ്ത് Come on,